വയനാട് ചെമ്പ്ര കൊടുമുടിയിലേക്കുള്ള ട്രക്കിങ്ങിന്റെ മറവിൽ വൻ വെട്ടിപ്പ് നടന്നുവെന്ന രേഖകൾ വനസംരക്ഷണ സമിതിയിൽ കാണുവാനില്ല. 2008 മുതൽ 2024 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഓഫീസിൽ ലഭ്യമല്ല എന്നാണ് വിവരാവകാശത്തിനുള്ള മറുപടി. ഒരൊറ്റ വർഷം മാത്രം 16 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ട് ബ്രേക്കിംഗ്. വനം സംരക്ഷിക്കുന്നതിനായി വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനമാണ് വനസംരക്ഷണ സമിതി. വയനാട് ചെമ്പ്ര കൊടുമുടിയിലേക്കുള്ള ട്രക്കിങ്ങിന്റെ ചുമതല വനസംരക്ഷണ സമിതിക്കാണ്. അനിയന്ത്രിതമായ വിനോദസഞ്ചാരികളുടെ വനത്തിലേക്കുള്ള കടന്നുകയറ്റം തടയുന്നതിന് വേണ്ടിയാണ് ചെമ്പ്ര വനസംരക്ഷണ സമിതി ട്രക്കിങ്ങിൻ്റെ ചുമതല ഏറ്റെടുത്തത്. 1770 രൂപ കൊടുത്താൽ 10 പേർക്ക് ചെമ്പ്രമല കയറി തിരിച്ചു വരാം. ഈ പണം വനസംരക്ഷണ സമിതി ശേഖരിച്ച് ഓരോ മാസവും DFOയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണം. എന്നാൽ കഴിഞ്ഞ കുറേ വർഷമായി ഇങ്ങനെ കിട്ടുന്ന പണം തിരിമറി നടത്തുന്നു എന്ന ആക്ഷേപം വ്യാപകമായിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ വർഷം മാത്രം 16 ലക്ഷം രൂപയുടെ കുറവുണ്ടായതായി കണ്ടെത്തിയത്. തട്ടിപ്പ് പിടികൂടിയതോടെ ഇതിൽ 13 ലക്ഷം രൂപ തിരിച്ചടച്ച് രക്ഷപ്പെടാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ നീക്കം. പണം തിരിച്ചടച്ചെങ്കിലും 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ സ്ഥലം മാറ്റി. ഇതിനിടെയാണ് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. വിവരാവകാശ പ്രവർത്തകനായ B. പ്രദീപ് കുമാർ 2008 മുതൽ 2024 വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു. എന്നാൽ കിട്ടിയ മറുപടി ഓഡിറ്റ് റിപ്പോർട്ട് കാണാനില്ല എന്നായിരുന്നു. എനിക്ക് 18 വർഷത്തെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിന്റെ കോപ്പി ആ ഫണ്ടിന്റെ കണക്കുമാണ് ചോദിച്ചത്. അതിവിടെ ഇല്ല, അതിവിടെ നടത്തിയിട്ടില്ല, ഇല്ലാത്തൊരു സാധനം എനിക്ക് തരാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇതിനർത്ഥം കഴിഞ്ഞ 15 വർഷത്തിനിടെ കോടികളുടെ തട്ടിപ്പ് നടന്നു എന്നാണെന്നും പ്രദീപ് പറയുന്നു. എന്നാൽ തട്ടിപ്പ് നടന്നില്ലെന്നാണ് വിവരാവകാശ മറുപടി. 2 വർഷത്തിലേറെയായി തുടർച്ചയായി വിവരാവകാശ നിയമപ്രകാരം കണക്കുകൾ ചോദിച്ചെങ്കിലും മറുപടി നൽകാൻ ഇതുവരെ തയ്യാറായതുമില്ല. ചെമ്പ്രയിൽ 16 ലക്ഷത്തിന്റെ വെട്ടിപ്പ് നടന്നു എന്നത് ഒരൊറ്റ വർഷത്തെ കണക്കാണ്. സൗത്ത് വയനാട് DFO ഷജ്ന കരീം ഇരിക്കുന്ന കാലയളവിലാണ് ഈ വെട്ടിപ്പും നടന്നത്. 2008 മുതലുള്ള കണക്കുകൾ ഓഫീസിൽ കാണാനില്ല എന്ന് പറയുമ്പോൾ ദുരൂഹതകൾ ഏറുകയാണ്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് തുടർന്നു. TV പ്രസാദ്, ഈ വെട്ടിപ്പിന്റെ മറ്റ് കാര്യങ്ങൾ, അതായത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടോ? അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? നികേഷ്, ഇതിലൊന്നും ഒരു കണക്കുമില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ 1700 രൂപ കൊടുത്താൽ 10 പേർക്ക് വരെ ഈ ചെമ്പ്ര മലമുകളിലേക്ക് കയറാൻ കഴിയും. അങ്ങനെ ഒരു മാസത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് വനസംരക്ഷണ സമിതി ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കുകയും ചെയ്യുന്നത്. ഓരോ മാസവും അത് സൗത്ത് DFOയുടെ അക്കൗണ്ടിലേക്ക് കൈമാറണം എന്നുള്ളതാണ് അതിലുള്ള ഒരു തീരുമാനം. പക്ഷേ പല ഘട്ടങ്ങളിലും ഈ പണം അക്കൗണ്ടിൽ അടക്കാതെ തിരിമറി നടത്തി എന്നുള്ളതാണ് ഇതിലെ ഗൗരവമായ ഒരു കാര്യം. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് സുഗന്ധഗിരി മരം കൊള്ളയുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതയായ അതല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിൽ വീഴ്ചയുണ്ട്, ഗുരുതര വീഴ്ചയുണ്ട് എന്ന് കണ്ടെത്തിയ സൗത്ത് വയനാട് DFO ഷജ്ന കരീമിൻ്റെ കീഴിലാണ് ഈ സ്ഥലവും എന്നത് ഏറെ പ്രധാനമാണ്. നേരത്തെ ഇവരുടെ സസ്പെൻഷൻ ഉത്തരവ് മരവിപ്പിച്ചു. പിന്നാലെ ആ മരവിപ്പിച്ച ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഷജ്ന കരീമിനെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. സ്ഥലം മാറ്റം കിട്ടി ആഴ്ച 1 കഴിഞ്ഞിട്ടും ഇതുവരെയും ഷജ്ന കരീം ആ സ്ഥാനത്ത് നിന്ന് മാറിയതുമില്ല. ഇപ്പോൾ ചെമ്പ്രയിലെ ഈ ട്രക്കിങ്ങുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ സൗത്ത് DFOയുടെ ഓഫീസിലുള്ള ഫയലുകളിലാണ് ഇതെല്ലാം ഉള്ളത്. അങ്ങനെ ഒരു അട്ടിമറിയും വിവരാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വാർത്തയിൽ പറഞ്ഞതുപോലെ ഒരു വർഷത്തെ തട്ടിപ്പാണ് പുറത്തു വന്നത്. അത് തന്നെ 16 ലക്ഷം രൂപ വരും. കൈ കഴുകുന്നതിന് വേണ്ടി 13 ലക്ഷം രൂപ വളരെ പെട്ടെന്ന് ഉദ്യോഗസ്ഥർ തിരിച്ച് അടക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും 2008 മുതൽ, അതായത് ഈ സംവിധാനം തുടങ്ങിയത് മുതലുള്ള കാലയളവിൽ ഇങ്ങോട്ടേക്ക് 16 വർഷത്തെ കണക്കുകളാണ് കഴിഞ്ഞ 2 വർഷമായി വിവരാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതിനർത്ഥം വലിയ ക്രമക്കേട് നേരത്തെയും നടന്നു എന്നത് തന്നെയാണ്. സ്വാഭാവികമായി ഒരു വർഷത്തെ ക്രമക്കേട് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ മുൻ വർഷങ്ങളിൽ എന്താണ് നടന്നത് എന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം DFO ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. പക്ഷേ അതിലേക്ക് അന്വേഷണം കടക്കുന്നില്ല. ഒരു ക്രമക്കേടും നടന്നില്ലെന്ന വിവരാവകാശ മറുപടിയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സുഗന്ധഗിരി മരം കൊള്ളയ്ക്ക് പിന്നാലെ ചെമ്പ്രയിലെ ട്രക്കിങ്ങിൻ്റെ മറവിൽ നടക്കുന്ന വലിയ തട്ടിപ്പും വാർത്തകളിൽ ഇടം നേടുകയാണ്, വിവാദമാവുകയാണ്. നികേഷ്, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകുന്നത്.